ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തിലാണെങ്കിൽ മെസ്സി കാവടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ റൊണാൾഡോ കാവടി, അതുപോലെ പല കാവടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തൃശ്ശൂരിൽ നമ്മൾ എടുത്ത് കാണിക്കുന്നത് തൃശ്ശൂരിൻ്റെ തന്നെ നമ്മുടെ കറുത്ത മുത്തായ IM വിജയന്റെ കാവടിയാണ് നമ്മൾ ഇറക്കിയത്. ഇത് വളരെ വെറൈറ്റി ഒരു കാര്യമാണ്. അതുപോലെ തൃശ്ശൂർക്കാർക്ക് അംഗീകരിക്കാൻ പറ്റിയ ഒരു വളരെ വലിയൊരു കാര്യമാണ് ഈ IM വിജയന്റെ കാവടി. ഹായ് ഹലോ നമസ്കാരം എൻ്റെ കിടികളെ. പൂരങ്ങളുടെ പൂരമായ നമ്മുടെ തൃശ്ശൂർ പൂരം, അപ്പോൾ കാവടികളുടെ പൂരമാണ് നമ്മുടെ കുറുക്കഞ്ചേരി തൈപ്പൂയം. കുറുക്കഞ്ചേരി തൈപ്പൂയം എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ കാവടികളുടെ ഒരു പൂയം തന്നെയാണ്. അപ്പോൾ സ്പെഷ്യൽ കാവടികളാണ് ഈ പ്രാവശ്യവും കുറുക്കഞ്ചേരിയിൽ അണിനിരന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ കാവടികൾ കാണാം നമുക്ക്. നമ്മുടെ തൃശ്ശൂരിൻ്റെ കറുത്ത മുത്തായ IM വിജയൻ്റെ കാവടിയാണ് ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. കുറുക്കഞ്ചേരി തൈപ്പൂയം മഹോത്സവം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് യുവജന സമാജം പനമുക്കിലെ കാവടികളാണ്. കാരണം ഒരുപാട് വ്യത്യസ്തമായ കാവടികളാണ് എല്ലാ വർഷവും നമ്മൾ അണിയിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഞങ്ങളുടെ തലമണ്ട ഉപയോഗിക്കാനായിട്ട് ഞങ്ങളുടെ മുൻ കൗൺസിലറായ രാഹുലുണ്ട് ഞങ്ങളുടെ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രസാദ്, ബാക്കിയെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കൾ. പ്രസാദേട്ടനാണ് ഇപ്പോൾ കാവടി അല്ലേ? നമ്മുടെ പ്രസാദിനെ കുറിച്ച് പറയുമ്പോൾ ദുബായ് പൂരം, തൃശ്ശൂർ പൂരം എല്ലാത്തിൻ്റെയും കലാവിരുദ്ധകളാണ്. പുലിക്കളി, അതുപോലെ തന്നെ അതേപ്പോൾ കലോത്സവം എല്ലാ വേദികളും തെളിഞ്ഞു നിന്ന ഒരു നിറസാന്നിധ്യമാണ് പ്രസാദേട്ടൻ, പൂങ്കുന്നം പ്രസാദേട്ടൻ അല്ലേ? അപ്പോൾ പ്രസാദിൻ്റെ കൈകളാണ് ഈ കുറുക്കഞ്ചേരി തൈപ്പൂയത്തിൻ്റെ നമ്മുടെ കറുത്തുമുത്തായ IM വിജയനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചോളം അഭിമാനിക്കാവുന്ന പൂരവും പുലിക്കളിയൊക്കെ നടക്കുമ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്ന കുറുക്കഞ്ചേരി തൈപ്പൂയം നാളെ നടക്കാൻ വേണ്ടി പോകുമ്പോൾ പനമുക്കിനെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനത്തോടു കൂടിയിട്ടും വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ അണിയിച്ചൊരുക്കിയാണ് IM വിജയൻ. എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന താരം. ഇന്ന് നമ്മുടെ തൃശ്ശൂരിനെ അഭിമാനത്തിൻ്റെ നെറുകയിലെത്തിച്ച IM വിജയനെ തന്നെ ഒരു കാവടി വേണമെന്ന് ഞങ്ങളൊരു ആഗ്രഹിക്കുന്നു. വലിയൊരു സപ്പോർട്ടോടുകൂടി പ്രസാദം അത് അണിയിച്ചൊരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ യുവജന സമാജം പനമുക്കിൻ്റെ കാവടികൾ ഇറങ്ങുമ്പോൾ കുറുക്കഞ്ചേരി തൈപ്പൂയത്തിൻ്റെ ആ നടക്കുന്ന ഗ്രൗണ്ട് മുഴുവൻ ഞങ്ങൾ കാവടി കൊണ്ട് നിറയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എല്ലാവരും കാവടി കാണാൻ നേരത്തോടു കൂടി വരണം. നമുക്ക് ചെയ്യാൻ പേടി ഉണ്ടായിരുന്നു, ഇത് നമുക്ക് സക്സസ് ആവുമെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഏറ്റവും പേടി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വരണമായിരിക്കും ഒരു കലാകാരനായിട്ട് പേടിക്കുന്നത്. കറക്റ്റ് അതുപോലെ കുത്തിവെച്ച പോലെ ഉണ്ട് നമ്മുടെ തൃശ്ശൂര്. നാളെ ഗാലറിയിൽ കളിക്കുന്ന IM വിജയേട്ടൻ നാളെ നമ്മുടെ തൃശ്ശൂര് പൂരപ്പറമ്പിലാണ്. പനമുക്ക് മിനി സ്റ്റേഡിയം. ബാക്കി നമുക്ക് കുറുക്കഞ്ചേരിയുടെ പൂരപ്പറമ്പിലാണ് അല്ലേ?